It's me Jilna. Welcome to a new episode of Ginger Coffee Vlogs. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ കാർഗോ വന്നിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നന്നായി കിടന്ന് ഉറങ്ങാന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ നമ്മളെല്ലാവരും രാവിലെ തന്നെ വിളിച്ചെണിപ്പിച്ചത് ആറാമാക്സുകാരാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ഒരു 3 എണ്ണം ഉണ്ടല്ലേ കൊറിയർ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിപ്പോൾ റിസീവ് ചെയ്തു. സൂര്യചേട്ടനും അച്ചും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ നാട്ടിൽ നിന്ന്. ഡാഡിയും മമ്മിയും കൂടിയാണ് ഇത് നമുക്ക് സെൻഡ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനും മോനും എല്ലാം പാക്ക് ചെയ്ത് അത്യാവശ്യമുള്ള ഡ്രസ്സുകൾ പോലും കൊണ്ടുവരാണ്ടാണ് വന്നത്. എയർപോർട്ടിൽ ചെന്നപ്പോൾ വെയിറ്റ് കൂടുതലാന്ന് പറഞ്ഞിട്ട് ഒരു ബാഗ് തന്നെ തിരിച്ചു കൊടുത്തേക്കേണ്ട വന്നു. അപ്പോൾ അത്യാവശ്യമുള്ള ഡ്രസ്സുകളായിരുന്നു. പിന്നെ കുറച്ച് പാത്രങ്ങള്, പിന്നെ എന്താ സുജിട്ടാ, പിന്നെ നമ്മൾ കുറച്ച് രൂപങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പുത്തമ്പള്ളിന്ന് മേടിച്ചല്ലേ, ബിഷപ്പ് ഹൗസിൽ നിന്ന്. നമ്മൾ കുറച്ച് തമ്പുരാന്റെ രൂപങ്ങള് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവിടെ ഇരുന്നു. അപ്പൊ പിന്നെ നമുക്ക് അത് എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ പറ്റുള്ളൂ. അത്യാവശ്യമുള്ള ഡ്രസ്സ് പോലും ഇല്ല അപ്പന് പോലും ഇടാൻ വേണ്ടിട്ട്. അപ്പൊ പിന്നെ അത് റിസീവ് ചെയ്തു. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുവരാനില്ല അല്ലെ, എല്ലാം കഴിഞ്ഞു. എല്ലാ ലഗേജുകളും എത്തി. സൂര്യനെ ഒതുക്കി കൊടുത്തല്ല അല്ലേ ഇത് അവര് ചെയ്ത്. ബോളോ അച്ചുവിന്റെ ബനിയൻ നോക്ക്, എന്റെ ബനിയനാണ്. അമ്മയുടെ ബനിയനൊക്കെ അവിടെ ഊരി വെച്ചേക്കണം കേട്ടോ. ഇനി നിന്റെ ഇട്ടാ മതി. എന്റെ അപ്പച്ചട്ടി എന്റെ അടുത്തേ മമ്മി പാത്രങ്ങളൊക്കെ ഇതിലാന്ന് തോന്നുന്നുണ്ടല്ലേ. അച്ചു നീ നിന്റെ തലയിലാക്കിക്കോ. ഇത് സ്കൂളിലത്തെ അല്ലേ? അല്ല സ്കൂളിൽ പണി കഴിഞ്ഞ് പ്രാന്തായിട്ട് വരുമ്പോ ഇത് തലയിലാക്കാന്ന് പറഞ്ഞിട്ട് മേടിച്ചതല്ലേ ചാച്ചന്റെ കണ്ടപ്പോ. അമ്മയ്ക്കാക്കാൻ വേണ്ടിട്ടാ ചാച്ച ചെയ്യണല്ലേ വാവന്റി. ഹായ്, നല്ല സുഖം കേട്ടോ. പക്ഷെ ഇത് ഇതെന്തെന്ന് പറയാ, സ്ട്രെസ് ഫ്രീയോ, സ്ട്രെസ് റിലീഫോ? എന്റെ ഇഡ്ലി പാത്രം കിട്ടി. എന്റെ ദുബായി എന്നുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എനിക്ക് കളയാൻ തോന്നുന്നില്ല. ഒക്കെ ഇവിടേക്ക് എത്തി. വളരെ സന്തോഷം. എന്റെ എല്ലാ പാത്രങ്ങളും കിട്ടി. ബൂട്ട് കിട്ടിയില്ലേ? ഞാൻ പോയിട്ട് പുട്ടുണ്ടാക്കിയാലോ? സൂര്യൻ തുറന്നോ, എനിക്ക് വിശക്കുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? പുട്ട് മതി വെച്ചു. പുട്ടും പഴവും. ഓക്കെ. രൂപങ്ങളൊക്കെ ഏതിലാ? എന്ത് പരിപാടി? എല്ലാം പൊട്ടിച്ച് തകർക്കോ? അയ്യോ, തുറക്കണം. ഹെൽപ്പ് ചെയ്യണം. ഈ പാത്രം നമുക്ക് ഫ്രീ കിട്ടിയതല്ലേ സുചേട്ടാ? ഇതല്ലേ ഫാഷൻ ഫാക്ടറിന്ന്? ഇത് ഫാഷൻ ഫാക്ടറിന്ന് ഡ്രസ്സ് മേടിച്ചപ്പോ കിട്ടിയതാട്ടോ. 3 എണ്ണം ഉണ്ട് ഇതുപോലെ. അച്ചു കഴിഞ്ഞോ? എന്തിന്? ലിഡ് ശരിയാക്കാനോ? എല്ലാരും കാർഗോ അയക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, പെട്ടിയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് അവര് പൈസ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്ര പൈസ നമ്മൾ കൊടുക്കണം എന്നുള്ളത്.
അതുകൊണ്ട് മാക്സിമം വെയിറ്റ് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ നോക്കാം. അതായത് ഇപ്പൊ നമ്മള് ഡ്രസ്സുകളാണെങ്കിൽ നമുക്ക് അധികം വെയിറ്റ് വരുന്നില്ലല്ലോ. അവര് മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അവര് മെഷർ ചെയ്യുന്നത് പെട്ടിയുടെ വലിപ്പാണ്, വീതിയും നീളവും അനുസരിച്ചിട്ടാണ് അവര് പേയ്മെന്റ് മേടിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ, കാണിച്ചു തരാം. വേറെ മെഷീനൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ ഇവിടെ, നാട്ടിൽ നിന്ന് കൊണ്ടുവരും. തുറക്കൂ. ഇത് ഇത് നാളികേരം ചിരകുന്ന നമ്മളിങ്ങനെ എന്തും വെക്കുക സൂചിച്ചിട്ട് ടേബിൾ മേ അല്ലെങ്കിൽ കിച്ചന്റെ സ്ലാബുമൊക്കെ വെക്കില്ലേ, ആ സംഭവമാണ് കേട്ടോ. കാരണം ഇവിടത്തെ മറ്റേ ഒരു നാളികേരത്തിന്റെ പൊടി മേടിച്ചിട്ടാണ് നമ്മൾ സാധാരണ പുട്ടാക്കി ഉണ്ടാക്കാറ്. അപ്പൊ സൂചന അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, നമ്മളിപ്പോ ഫ്രോസൺ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇത് കിട്ടും, നാളികേരം ഇങ്ങനെ ഫ്രോസ് ചെയ്തിട്ടുള്ളത് കിട്ടും, നല്ല പൈസയാണ്. അപ്പൊ നാളികേരം മേടിക്കുവാണെങ്കിൽ നമുക്കങ്ങ് ചിരകാലോ. അതങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ലേ? ആണോ? നോക്കട്ടെ, കാണിച്ചേ. അവിടെ കാണുന്നില്ല. ഓക്കെ, ചക്ക വറുത്തത്, കായ വറുത്തത്, സ്വന്തം വീട്ടിലെ പ്രിപ്പറേഷൻ. കോണ്ടാക്ട് നമ്പർ തരും, ഉണ്ടാക്കി തരുന്ന. ഇത് ഇങ്ങനെ ബാഗ് ആയിട്ട് തന്നെ അവര് കൊടുത്തേച്ചു അല്ലേ? ഇതിനും എക്സ്ട്രാ പൈസ പോയിട്ടുണ്ടാവും ഇല്ലേ? ഇത് നമ്മുടെ ഈ ഒരു ട്രോളി ബാഗ് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ചെയ്ത പരിപാടി കേട്ടോ. പക്ഷെ ഇതിന്റെ മെഷർമെന്റ് ഒക്കെ എടുത്തു വന്നപ്പോ എക്സ്ട്രാ ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഒരു ടൈപ്പ് നാളികേരം നമുക്കിവിടെ കിട്ടുന്നത് പാക്കറ്റ് ആയിട്ട്. ഇത് ഫ്രഷ് ആണ്, ഫ്രോസൺ ആയിട്ടുള്ള നാളികേരാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ചെറുകി കിട്ടുന്ന നാളികേരം അത് ഫ്രോസൺ ആയിട്ട് നമുക്ക് കിട്ടും ഈ ഒരു അവസ്ഥയിൽ. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്, നമ്മൾ പുട്ടിന്റെ കൂടെ ആയാലും കറിയുടെ കൂടെ ആയാലും ഇടുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആണ്. ഇതാണ് വേറൊരു ടൈപ്പ് നാളികേരം നമുക്കിവിടെ മേടിക്കാൻ കിട്ടുന്നത്. ഇതും ചെറുകിയ പോലെ തന്നെ പൊടി പൊടി ആയിട്ടാണ്, ചെറിയൊരു ക്രഷ് ചെയ്ത പോലെ. ഇത് കുറച്ച് ഡ്രൈ ആണ്. അപ്പൊ ഞാൻ ഇത് വെച്ച് പുട്ടുണ്ടാക്കി കൊടുത്തപ്പോ ഇവർക്ക് അത്രയ്ക്കാണ്ട് ഇഷ്ടപ്പെട്ടില്ല. വേറൊരു ടേസ്റ്റ് പോലെ വരും. നമ്മൾ ഒറിജിനൽ നാളികേരം ഇടുന്നതിന്റെ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ലല്ലോ. പക്ഷെ അത്യാവശ്യത്തിന് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോ കറികളിലേക്ക് അരച്ച് ചേർക്കാനായാലും അല്ലെങ്കിൽ തോരനൊക്കെ വെക്കുമ്പോൾ ഇട്ട് കൊടുക്കാനായാലും ഒക്കെ നല്ലതാണ്. പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒറിജിനൽ നാളികേരം, ഇപ്പോൾ ഫ്രോസൺ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മുഴുവൻ നാളികേരം വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ നമുക്കത് ഉടച്ച് ചിരകി എടുക്കാമല്ലോ നമ്മുടെ ആവശ്യത്തിന്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നാളികേരം ചിരകുന്ന ആ ഒരു സംഭവം നമ്മൾ നാട്ടിൽ നിന്ന് കൊടുത്തേക്കാൻ പറഞ്ഞത്. ഞാൻ ഈ നാളികേരം ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഒന്നും പുട്ട് കഴിക്കാൻ പറ്റില്ല. ഒത്തിരി നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. എനിക്കറിയാം വീഡിയോസ് ഒക്കെ ഡിലേ ആവുന്നുണ്ടെന്ന്. ഇവിടെ ന്യൂസിലാൻഡിലത്തെ ഫസ്റ്റ് ക്രിസ്മസ് ആണ് കേട്ടോ ഞങ്ങളുടെ. അപ്പൊ നമുക്കത് അടിച്ചു പൊളിക്കണ്ടേ? നിങ്ങളുടെ എല്ലാവരുടെയും ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എവിടത്തോളം വരെ എത്തി? നമ്മൾ ഒത്തിരി മുമ്പേ തന്നെ ക്രിബും ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു. പക്ഷെ ഇന്ന് കുറച്ചും കൂടെ ഐറ്റംസ് നമ്മൾ പോയി മേടിച്ചു. $2 ഷോപ്പിൽ നിന്നാട്ടോ മേടിച്ചത്. അപ്പോൾ അതൊക്കെ ഇട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ബോൾസ് ഒക്കെ നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്തത് കേട്ടോ. ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിലൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് ഐഷു ഞങ്ങളുടെ നൈബർ ആണ്. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കണതാണ് കേട്ടോ. കുറച്ച് ബോൾസ് ഒക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി ഇട്ട് കളർഫുൾ ആക്കണം, എന്നാലേ അടിപൊളിയാവുള്ളൂ. ഇനി എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോളൂ ഒരു സൈഡിൽ നിന്ന്. ഇത് അച്ചൂസ് സ്കൂളിൽ നിന്ന് ചെയ്തിട്ട് കൊണ്ടുവന്ന കേട്ടോ. ഇതെന്താ അച്ചു? പിന്നെ അച്ചുവിന്റെ ഫോട്ടോ വെച്ചിട്ട് അതെ. സ്റ്റാർട്ട് ചെയ്തോളൂ, വേഗം വേഗം ഉഷാറാവട്ടെ. അച്ചുസാ, ഫസ്റ്റ് ക്രിസ്മസ് അല്ലേ, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ഐഷുവിന്റെ ഇവിടുത്തെ ഫസ്റ്റ് ഒന്നും അല്ല അല്ലെ? ഐഷു 2 ഇയർ ആയി. ന്യൂസിലാൻഡിലത്തെ ഫസ്റ്റ് എന്ന് പറഞ്ഞ അമ്മ.
എല്ലാം കൂടി ഇട്ട് വരുമ്പോ ട്രീ കാണില്ല വെച്ചു. ഒത്തിരി ആയോ? എനിക്ക് ഇഷ്ടാട്ടോ. ക്രിസ്മസ് എന്ന് പറയുമ്പോ നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമാണല്ലോ. അതിപ്പോ നാട്ടിലാണെങ്കിലും ദുബായിലാണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു സമയല്ലേ. ഐശുവിന് ക്രിസ്മസ് ആയിട്ട് ബിരിയാണി വേണമെന്നാണ് കേട്ടോ പറയുന്നത്. നാട്ടിലാണെങ്കിൽ അവൾക്ക് ബിരിയാണി കിട്ടിയേനെന്ന്. അത് ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട, നമുക്ക് പരിഹരിക്കാം. ആരുണ്ടാക്കി തരുന്നേന്ന് അതുപോലും കാവില്ല. ആരുണ്ടാക്കി തരുന്ന നന്നായിട്ട് നാട്ടില്? ഉമ്മച്ചി. അതെ, ഐശുവിന് എന്തായാലും ആ പരാതി അങ്ങ് തീർത്തു കൊടുത്തേക്കാം. അല്ല, അമ്മയെ പറഞ്ഞ ഒത്തിരി താഴത്തേക്ക് ഇടണ്ട. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കിളിങ്ങുന്നുണ്ട്. ഞങ്ങളുടെ ക്രിബ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് കഴിഞ്ഞിട്ടില്ല, ഇനി ലൈറ്റും ഇതൊക്കെ വരാനുണ്ട്. ഈ രൂപങ്ങളൊക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ സൂര്യചേട്ടൻ വന്നപ്പോൾ. പക്ഷെ ഇവിടെയും കിട്ടൂല്ലേ, കോസ്കോലൊക്കെ കണ്ടു അല്ലേ, അവിടെയൊക്കെ കണ്ടു. ഇവിടെയും അവൈലബിൾ ആണ്, പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇനി ലൈറ്റ് ഒക്കെ വന്ന് സെറ്റ് ആവുമ്പോ ഭംഗിയാവും. വീഡിയോ എടുത്തോണ്ടിരിക്കട്ടോ. വീഡിയോ എടുക്കണ്ടേ? ഉണ്ടാക്കട്ടെ. ഇതാണ് നമ്മുടെ സ്റ്റാർ. വാൽ നക്ഷത്രമാണ് കേട്ടോ. ഇതും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇങ്ങനെ നമ്മുടെ ട്രീ ഒക്കെ സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തല്ല കേട്ടോ വെക്കുന്നത്, നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ ഇത് ഗ്ലാസ് ഡോറാണ്. പുറത്ത് വെച്ച് കഴിഞ്ഞാല് ഒത്തിരി കാറ്റാ, ഭയങ്കര കാറ്റാണ്. രാവിലെ എണീക്കുമ്പോ എല്ലാം പറക്കി എടുക്കേണ്ടി വരും.